أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم ولا تقتلوا أنفسكم إن الله كان بكم رحيما സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉള്ള നിയമങ്ങൾ അള്ളാഹുവിൻ്റെ മതത്തിലുണ്ട്. അതനുസരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ബാധ്യത വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ഇടയിലുണ്ട്, നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. കടന്നുപോകുന്ന ദിവസങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വലിയൊരു പ്രശ്നം മുസ്ലിം സമുദായത്തെ ആകെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു ചർച്ച നടക്കുകയാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ടതാണത്. പ്രാകൃതമായ മതത്തിൻ്റെ അവകാശികളാണ് നമ്മളെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ ഒരവസരം നന്നായി ആളുകൾ ഉപയോഗിക്കുന്നു എന്നത് ഒരു ശരിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ വസ്തുതകൾ എങ്കിലും ആ വിഷയത്തിൽ ഞാനും നിങ്ങളും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ്, സൗഭാഗ്യവാന്മാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട്. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി മുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത ലഹു ദുനിയ. ഇങ്ങനെ 3-4 കാര്യങ്ങൾ ഉണ്ടായാൽ ദുനിയാവ് മുഴുവൻ കൈയടക്കിയവനെ പോലെ, എല്ലാം ലഭിച്ചവനെ പോലെ ഒരാൾക്ക് ജീവിക്കാനാവും, സന്തോഷവാനായി. അയാൾ ജീവിക്കുന്ന സമൂഹത്തിൽ, ആ നാട്ടിൽ നിർഭയത്വമുണ്ടാവുക, അയാളുടെ ശരീരത്തിന് സൗഖ്യമുണ്ടാവുക, രോഗങ്ങളൊന്നുമില്ലാത്ത അവസ്ഥ, സൗഖ്യവും സമാധാനവും ശരീരത്തിനുണ്ടാവുക, അയാൾക്ക് നിത്യജീവിതത്തിന് ആവശ്യമായ വിഭവങ്ങൾ ഉണ്ടാവുക. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായാൽ അയാൾ ദുനിയാവ് മുഴുവൻ നേടിയെടുത്തവനെ പോലെയാണ്, സൗഭാഗ്യവാനാണ് എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. അതിലൊന്നാണ് നമ്മുടെ ശരീരത്തെ രോഗമുക്തമാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആഫിയത്തുള്ള ഒരവസ്ഥയിലേക്ക് പോവുക, സൗഖ്യമുണ്ടാവുക. അത് അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിൽ സൂറത്തുൻ നിസായിലെ 29 അവിടെ ഒരു ചെറിയ പദമുണ്ട്, വലാ തഖ്തുലു അൻഫുസക്കും. നിങ്ങൾ നിങ്ങളെ തന്നെ കൊന്നുകളയാൻ പാടില്ല. നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ അശ്രദ്ധ മൂലം, നിങ്ങളുടെ കൊള്ളരുതായ്മ കാരണം നിങ്ങൾ നാശത്തിലേക്ക് തള്ളിവിടരുത്, മരണത്തിലേക്ക് തള്ളിവിടരുത്.
അതുകൊണ്ട് തന്നെ മരണം മുമ്പിൽ കണ്ടാൽ ഇസ്ലാമിന്റെ കുറെ വിധികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇളവ് നൽകുന്നുണ്ട്. അത് പിന്നീട് പറയാം. മരിക്കുമെന്ന് തോന്നിയാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുറെ അരുതാത്ത കാര്യങ്ങൾ, ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. രോഗമുണ്ടാകുന്നതിനെ ഒരിക്കലും നെഗറ്റീവായി അള്ളാഹുവിന്റെ മതം കാണുന്നില്ല. നേരത്തെ പറഞ്ഞ ഹദീസിൽ രോഗമില്ലാത്ത ഒരവസ്ഥ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രേരണയുണ്ടെങ്കിലും രോഗമുണ്ടാവുക എന്നത് ഒരിക്കലും ഒരു മോശമായ കാര്യമായി, ഒരു നെഗറ്റീവായ കാര്യമായി അള്ളാഹുവിന്റെ മതം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണത് എന്ന് അള്ളാഹുവിന്റെ മതം പറയും നമ്മോട്. ജീവിതത്തിനിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല വലനബ്ലുവന്നകും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സംഗതി, വിശ്വാസം പരീക്ഷിക്കപ്പെടാൻ ചിലപ്പോൾ അതൊക്കെ കാരണമാകുന്നുണ്ട്. നമ്മൾ നല്ല വിശ്വാസികളാണോ എന്നറിയാൻ കുറെ പരീക്ഷണങ്ങൾ, ആ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ രോഗവും ഉണ്ടാവും. ലാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ അവിൽ മുഅ്മിനത്തി ഫീ ജസദിഹി, സത്യവിശ്വാസിക്കും വിശ്വാസിനിക്കും രോഗമുണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ശരീരത്തിൽ രോഗം നൽകിക്കൊണ്ടുള്ള പരീക്ഷണം ഉണ്ടാകും, സമ്പത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, മക്കളുടെ വിഷയത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസികളുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. അതോടുകൂടി തന്നെ രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസത്തിന്റെ വചനങ്ങൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ വെക്കുന്നുമുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസാണ്, മാ യുസീബുൽ മുസ്ലിം മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഉമ്മിൻ ഹത്ത ശൗകത യുശാകുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു. മദ്രസ പാഠപുസ്തകങ്ങളിൽ ബാലമനസ്സുകളിൽ നമ്മൾ ഇട്ടുകൊടുക്കുന്ന ഒരു ആദർശമാണിത്. മനുഷ്യന് സുന്ദരമായി ടെൻഷൻ ഇല്ലാതെ ജീവിച്ചു പോവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് ജീവിച്ചു പോവാനും ഉതകുന്ന രൂപത്തിലുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്റെ നല്ലൊരു ഹദീസ് സത്യവിശ്വാസിയായ ഒരു മനുഷ്യന് ബാധിക്കുകയില്ല. മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്ൻ, അദ്ദേഹത്തിന് രോഗമുണ്ടാവുകയില്ല, അതുപോലെ തന്നെ സങ്കടങ്ങൾ ഉണ്ടാവുകയില്ല, വിഷമങ്ങൾ ഉണ്ടാവുകയില്ല, ടെൻഷൻ ഉണ്ടാവുകയില്ല, ആളുകളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവുകയില്ല, എടങ്ങേറുകൾ ഉണ്ടാവുകയില്ല, കാലിൽ ഒരു മുള്ളുപോലും തറക്കില്ല. ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹു, അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പാപം പുറത്തു കൊടുത്തിട്ടല്ലാതെ. പനി പിടിച്ചവന്റെ ശരീരത്തിൽ നിന്ന്, ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇല കൊഴിഞ്ഞു പോകും പോലെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴുന്നു എന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ്. അപ്പോൾ രോഗം എന്നത് നമ്മൾ ചെയ്തു പോയ ദോഷങ്ങൾ, തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങൾ മായ്ച്ചു കളയാനുള്ള ഒരു ഉപാധിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എണ്ണുന്നു എന്ന് കരുതി രോഗത്തെ ചികിത്സിക്കാതെ നിർത്തണം എന്ന് അല്ലാഹു പറയുന്നില്ല. അത് രോഗത്തിന്റെ ഒരു വശമാണ്. രോഗമുണ്ടായാൽ എന്ത് ചെയ്യണം? രോഗമുണ്ടായാൽ ചികിത്സിക്കുക തന്നെ വേണം. ചികിത്സിക്കണമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യമാണ്. നമ്മളത് ചികിത്സിക്കണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി ഇങ്ങനെ പഠിപ്പിച്ചു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസലലഹു ശിഫാഅൻ. അല്ലാഹു ഒരു രോഗവും ഇറക്കിയിട്ടില്ല ഭൂമിയിലേക്ക്, അതിന് അല്ലാഹു ഷിഫ നിശ്ചയിച്ചിട്ടല്ലാതെ. ആ ഷിഫയിലേക്ക് എത്താനുള്ള ദവാ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നിടത്ത് നമ്മൾ ഇപ്പോഴും പൂർണ്ണത പ്രാപിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. പഴയ നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആളുകൾക്ക് ലഭിക്കാത്ത രൂപത്തിലുള്ള ചികിത്സകൾ ഇപ്പോഴുമുള്ള ആളുകൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മളെ മുമ്പിൽ വലിയ പ്രശ്നമായി, പ്രയാസമായി നിൽക്കുന്ന പല രോഗങ്ങളുമുണ്ട്. അതിന് വരും തലമുറ മരുന്ന് കണ്ടെത്തിയേക്കാം. കണ്ടെത്താനുള്ള സാധ്യത ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് തള്ളിക്കളയാനാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ലികുല്ലി ദാഇൻ ദവാ വ ഇൻ ഉസീബ ദവാഉ ദാഅ ബറഅ ബിഇദ്നില്ലാഹി അസ്സ വജല്ല. എല്ലാ രോഗങ്ങൾക്കും ഉണ്ട് മരുന്ന്. അതിന്റെ ശരിയായ മരുന്ന് കണ്ടെത്തിയാൽ ആ മരുന്ന് മുഖേന അത് ശിഫയാകും. അള്ളാഹുവിന്റെ ഇതിനോടുകൂടി ശിഫ ലഭിക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളുടെ ചികിത്സ ചിലപ്പോഴും വഴിമാറിപ്പോകും. നമുക്ക് ഡോക്ടർ നിർണയിച്ച മരുന്ന് ചിലപ്പോൾ മാറിപ്പോകും. അപ്പൊ അത് രോഗം അങ്ങനെ പോകുന്നൊരവസ്ഥയുണ്ടാകും.
അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ ആ രോഗത്തിന്റെ കൃത്യമായ മരുന്നിലെത്തി അത് നമ്മൾ ആ മരുന്ന് കഴിക്കുന്നതോടുകൂടി ആ രോഗമില്ലാതെയാകും എന്ന് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി നമ്മളെ പഠിപ്പിക്കുന്നു. ഈ ഹദീസ് വെച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, വഫീ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലികുല്ലി ദാഇൻ ദവാഉൻ എന്ന വാക്കിൽ തഖ്വിയത്തുൽ ലിനഫ്സിൽ മരീദ് വത്തബീബ്, ഇതിൽ രോഗിക്കും ഡോക്ടർക്കും അവരുടെ മനസ്സിനെ പ്രബലപ്പെടുത്താവുന്ന ഒരു പോയിന്റ് ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രോഗം വരുന്നതോടുകൂടി ആകെ തളർന്നു പോകണമെന്ന് പറയുന്നില്ല. തളർന്നു പോവരുത്. നിങ്ങളുടെ മുമ്പിൽ അതിന്റെ അപ്പുറമുള്ള ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ആയുധം കൂടിയുണ്ട്. നിങ്ങൾ തളരാതിരിക്കണം. മരുന്നുണ്ട്. ആ മരുന്ന് കിട്ടാവുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെന്നെത്തുമ്പോൾ നമ്മുടെ രോഗം മാറുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ വിശ്വാസികളായ ആളുകൾ ജീവിക്കണം. ഇത് കണ്ടെത്തിയിട്ട് ഈ രോഗത്തിന് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മരുന്നില്ല. വിശ്വഗ്വരന്മാരായ ആളുകൾ ഈ ഹദീസിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടത് ഇതിന് മരുന്ന് ദൈവം തമ്പുരാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ യാത്ര അവിടെ എത്താതെ നിൽക്കുന്നു. നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ റിസർച്ചുകൾ ഫലം കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കി തരണം എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് കണ്ടെത്താനുള്ള ശ്രമം നടന്നുകൊണ്ടേയിരിക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഈ വിഷയത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വുജൂബു തദാവി ഇൻ കാന സബബൻ ലിൽ ഹയാത്ത്, ജീവൻ നിലനിർത്താൻ ഉതകുമെങ്കിൽ ചികിത്സിക്കുക എന്നത് മതത്തിൽ വുജൂബാണ്. എന്ന് പറഞ്ഞാൽ ചികിത്സിക്കുന്നില്ലെങ്കിൽ മരിച്ചു പോകും എന്ന ഘട്ടമാണെങ്കിൽ ചികിത്സിക്കൽ വുജൂബാണ്. അതാണ് ഇസ്ലാം മതം. ചികിത്സിക്കാതിരിക്കണമെന്നല്ല. അതിന് അദ്ദേഹം ഖിയാസാക്കുന്നത് ഒരു മുളുത്തറായ മനുഷ്യൻ നിർബന്ധിതാവസ്ഥയിൽ ഒരാൾ മരിച്ചു പോകുന്നു, ആ സന്ദർഭത്തിൽ ഒരു ശവത്തിന്റെ മാംസം മാത്രമാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഉള്ളത് എങ്കിൽ അത് വിശ്വാസികൾക്ക് ഹറാമാണല്ലോ. എങ്കിൽ ആ ശവത്തിന്റെ മാംസം ഭക്ഷിച്ചുകൊണ്ട് അയാൾ ജീവൻ നിലനിർത്തണം എന്നതാണ് ഇസ്ലാം മതം. അതുപോലെ ഒരു ചികിത്സക്ക് പോകുന്ന സ്ഥലത്ത് ഒരുപക്ഷെ നമ്മളിപ്പോ സമുദായത്തിൽ ഒരു വിഭാഗം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഒരുപക്ഷെ സ്ത്രീ ഒരു പുരുഷ ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരിക്കേണ്ടി വരും. ഒരു പുരുഷ ഡോക്ടർ ഒരുപക്ഷെ സ്ത്രീയായ പേഷ്യന്റിന്റെ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പഴയ അവസ്ഥയിലേക്ക് മുസ്ലിം സമുദായത്തെ പലരും തിരിച്ചു വിളിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇതാണ് അദ്ദേഹം ഖിയാസാക്കിയത്, മജ്മൂഉൽ ഫത്താവയിൽ നിന്നാണ് ഞാനിത് ഉദ്ധരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് 5 ഹുക്കുമുകളാണ് വിശ്വാസികളുടെ മുമ്പിൽ ഉള്ളത്. 1, അത് ഹറാമാണ്. 2, അത് മക്റൂഹാണ്. 3, അത് മുബാഹാണ്. 4, അത് മുസ്തഹബാണ്. 5, അത് വാജിബാണ്. ചികിത്സയുടെ കോലമനുസരിച്ചായിരിക്കും അതൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവൻ രക്ഷപ്പെടുത്താൻ ആകും എങ്കിൽ ആ വിഷയത്തിൽ അത് വാജിബാണ്. ചികിത്സിക്കാതിരുന്നാൽ ഈ രോഗി മരിച്ചു പോകും എങ്കിൽ ചികിത്സിക്കൽ വാജിബാണ് എന്നിടത്താണ് പണ്ഡിതന്മാരായ ആളുകളുള്ളത്. 4 ഇമാമുകളുള്ളത്, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരുമുള്ളത്. ഇമാം മസ്റൂഖ് റഹിമഹുല്ല പറഞ്ഞു വെച്ചൊരു വാചകം കുറെ കൂടി നമ്മൾ ആഴത്തിൽ മനസ്സിൽ കുറിച്ചിടേണ്ടതാണ്. ഈ സന്ദർഭത്തിൽ ആളുകളെ പഠിപ്പിക്കേണ്ടതാണ്. മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം ഇതാണ്. മുസ്ലിം സമുദായത്തിന്റെ നിലപാട് ഇതാണ്. എന്താണത്? മൻ ഇളതറ ഇല അക്ലിൽ മൈത ഫലം യഅകുൽ ഹത്താ മാത ദഖലൻ നാർ. നിർബന്ധിതാവസ്ഥയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശവത്തിന്റെ മാംസം ഭക്ഷിച്ച് അഥവാ ഹറാമായ ഒരു കാര്യം ചെയ്ത് ജീവൻ നിലനിർത്താൻ തയ്യാറാവാതെ മരിച്ചുപോയാൽ അയാൾ കാഫിറായിട്ടാണ് മരിച്ചു പോകുന്നത് എന്ന്. ഇത് തന്നെയാണ് അതിലെ വിധി. ആശുപത്രിയിൽ പോയി ഡോക്ടറുടെ ഒരു ചികിത്സ ലഭിച്ചാൽ ഈ രോഗി മരിക്കും, ലഭിക്കാതിരുന്നാൽ ഈ രോഗി മരിക്കും എന്ന പൂർണ്ണ ബോധ്യമുള്ള ഒരാൾ ആ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ ഇതാണ് അതിന്റെ ഹുക്കുമ് എന്ന്. ഇതാണ് ഇസ്ലാം മതം. ഇത് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ കുതിര കയറേണ്ടതില്ല പുറത്തുള്ള ആളുകൾ എന്നാണ് വളരെ വിനീതമായി നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇന്നഹു യജിബു തദാവി ഇദാ ലന്ന നഫ്അഹു, റിസൾട്ടിന്റെ വിഷയത്തിൽ ചികിത്സിച്ചാൽ ഫലം കിട്ടുമോ? പൂർണ്ണമായി ലഭിക്കില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു. ഊഹമാണ്, അത് ചികിത്സിച്ച് നോക്കാം എന്നേ ഉള്ളൂ. അവിടെയും
ചികിത്സിക്കൽ അനിവാര്യമാണ്, വുജൂബാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മറ്റൊന്ന് നേരത്തെ പറഞ്ഞ പോലെ അന്നഹു യജിബ്, വുജൂബാണ്, ചികിത്സിച്ചിട്ടില്ലെങ്കിൽ മരിച്ചു പോകും എന്ന ഘട്ടം വരുമ്പോൾ. എന്നിട്ട് ഉദാഹരണം പറയുന്നു പണ്ഡിതന്മാരായ ആളുകൾ. ശരീരത്തിന്റെ ഒരു അവയവത്തിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ക്യാൻസർ ബാധിക്കുന്നു. അങ്ങനെ ക്യാൻസർ ബാധിച്ചു, ആ സംഭവത്തെ മുറിച്ചു കളഞ്ഞാൽ ആ ക്യാൻസർ അതോടുകൂടി നിൽക്കും. അതതിന്റെ ചികിത്സയാണ്. മുറിച്ചു കളയുന്നു. അങ്ങനെ മുറിച്ചു കളഞ്ഞാൽ പിന്നെ ആ ക്യാൻസർ ഉണ്ടാവുകയില്ല ശരീരത്തിൽ എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്നു. എന്നിട്ട് ആ ചികിത്സ നടത്താതെ ക്യാൻസർ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും പടരുന്നു. ഇത് ശരിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നറിയോ, അങ്ങനെ ഹലാക്ക്, മരണമാണ് പിന്നീട് ഈ ചികിത്സ ലഭിക്കാത്തതിന്റെ റിസൾട്ടായിട്ട് വരിക. അത് നേരത്തെ പറഞ്ഞ ഗണത്തിലേക്ക് പോകും. എന്നിട്ട് പണ്ഡിതന്മാരായ ആളുകൾ നമ്മളോട് പറയുന്ന ഒരു കഥയല്ല, ഒരു സംഭവമുണ്ട്. നമ്മളിപ്പോ ഓതി മടക്കി വെച്ച സൂറത്തുൽ കഹ്ഫിലാണെന്നുള്ളത്. ഖിളർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയും കൂടിയുള്ളൊരു യാത്ര പറയുന്നുണ്ടല്ലോ. അവിടെ ഒരു കപ്പൽ നശിപ്പിച്ചു കളയുന്നുണ്ട് ഖിളർ അലൈഹി സ്വലാം. എന്തിന്? ആ കപ്പൽ നശിപ്പിക്കുന്നത് ബാക്കിയുള്ള ആളുകളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാ. ആ കപ്പലിലെ കൊള്ളക്കാർ ഇറങ്ങിയാൽ ഉണ്ടാകാവുന്ന അവസ്ഥ അത് തഫ്സീറുകളിൽ നോക്കി വായിക്കും നിങ്ങൾ. നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും കുഴപ്പവും കലാപവും ഒഴിവാക്കുവാൻ ഒരു കപ്പൽ ആളുകളെ അച്ചേക്ക് നിർത്തിയിട്ട് മുക്കിക്കളയുന്ന, നശിപ്പിച്ചു കളയുന്ന അവസ്ഥ. ഈ അവസ്ഥയാണ് ആ നേരത്തെ പറഞ്ഞ കേസിനെ ഉപമയായി അതിനെ ഖിയാസാക്കിയിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യാത്ത, ഇസ്ലാം ചർച്ച ചെയ്യാത്ത, അള്ളാഹുവിന്റെ പ്രവാചകന്റെ വചനങ്ങളിൽ ഇല്ലാത്ത, അള്ളാഹുവിന്റെ കിതാബ് സൂചന നൽകാത്ത ഒന്നും ജീവിതത്തിൽ ഞാനും നിങ്ങളും നേരിടേണ്ടി വരില്ല. അങ്ങനെ നേരിടേണ്ടി വരുമ്പോ വലിയ വലിയ കോജാക്കന്മാരും ഉലമാക്കന്മാരും ഞങ്ങളാണെന്ന് സ്വയം വിശ്വസിച്ചു പോയ പമ്പര വിഡ്ഢികളുടെ വാക്കുകൾക്ക് പിന്നാലെ പോവരുത് എന്നേ മുസ്ലിം സമുദായം തീർച്ചപ്പെടുത്തേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ മരണം സംഭവിച്ചു പോകും എന്നിടത്ത് ചികിത്സിക്കൽ വാജിബാണ്, ചികിത്സിക്കാതിരിക്കുന്നത് കുറ്റം കിട്ടുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള കുറെ സംഗതികളാണ് ഈ വിഷയത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. രണ്ടാമത്തത് നേരത്തെ സൂചിപ്പിച്ച പോലെ റിസൾട്ട് ഉണ്ടാകുമോ ഇല്ല എന്ന കാര്യത്തിൽ നമുക്ക് ആശങ്കയാണ്, ഒരു പൂർണ്ണ ഉറപ്പില്ല. അങ്ങനത്തെ സന്ദർഭത്തിൽ പോലും ഇത് വാജിബാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനത്തെ സന്ദർഭത്തിൽ പോലും നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു വിഷയമാണ്, ചികിത്സയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊന്ന്, ചികിത്സിച്ചിട്ടും ഫലമില്ല, ചികിത്സിച്ചില്ലെങ്കിലും രണ്ടും കണക്കാണ് എന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ചികിത്സിക്കാതിരിക്കലാണ് അഫ്ളൽ എന്ന് പണ്ഡിതന്മാരായ ആളുകൾക്ക് അഭിപ്രായമുണ്ട്. ഒരു രക്ഷയുമില്ല, ചികിത്സ എന്തായാലും ഫലിക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ചികിത്സ നിർത്തുന്നതിൽ കുഴപ്പമില്ല, ചികിത്സിക്കാതിരിക്കലാണ് നല്ലത്. ഇവിടെ ചികിത്സ നടത്തുന്നത് അള്ളാഹുവിൻ്റെയോടുള്ള തവക്കുലിന് എതിരല്ലേ എന്ന് വലിയ വായിൽ ചോദിക്കുന്ന ആളുകളുണ്ട്. തവക്കുലല്ലേ ചെയ്യേണ്ടത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പറഞ്ഞ അവസാനത്തെ വിധിക്ക് തെളിവായി പണ്ഡിതന്മാരെടുക്കുന്ന ഭാഗം ഏതാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. എന്നിട്ട് അതിന്റെ ഒരു രോഗത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടൊരു കഥയുണ്ട്. അതാണ്, ആ രോഗത്തിന് അന്ന് ചികിത്സയില്ല. പ്രവാചകനെ അവിടത്തെ രോഗത്തിന് അറേബ്യയിൽ കിട്ടാവുന്ന വലിയ വിശുദ്ധരന്മാർ വന്ന് ചികിത്സിച്ചതിന് ഹദീസ് ഉണ്ടല്ലോ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മരുന്നുണ്ടാക്കി കൊടുത്തിട്ട് അവരെ കുടിപ്പിച്ചതിന് ഹദീസ് ഉണ്ടല്ലോ. പ്രവാചകന്റെ പള്ളിയിൽ ഖൈമ കെട്ടിയിട്ട് ഒരു ക്ലിനിക്ക് പോലെ സഹോദരിമാരായ ആളുകൾ റുഫൈദയും കൂട്ടരും എന്താ പറയാ പുരുഷന്മാരായ സഹാബത്തിനെ ചികിത്സിച്ചതിന് ഹദീസ് ഉണ്ടല്ലോ. പിന്നെ എവിടുന്നാണ് ഈ ആളുകൾ മറ്റുള്ള സംഗതികൾ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് ഈ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ ക്ഷമിച്ച് അള്ളാഹുവിന്റെ കൂലിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. എങ്കിൽ അങ്ങനെ എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എൻ്റെ ഔറത്തൊന്നും കാണാത്ത പശ്ചാത്തലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതാണ് ഇവർ ഇതിന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത്തരം സന്ദർഭങ്ങളിൽ തവക്കുലിൽ തന്നെ നമ്മൾ അഭയം പ്രാപിച്ച് നന്നായി പ്രാർത്ഥിച്ച് ഏത് ചികിത്സയും നടത്തുമ്പോഴും
അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ മറക്കാതിരിക്കുക. ആ പ്രാർത്ഥനകൾ ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അള്ളാഹു ആണല്ലോ രോഗം സുഖപ്പെടുത്തുന്നത്. ഇഷ്ഫി അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുആദിറു സഖമ എന്ന എല്ലാവർക്കും കാണാതറിയാവുന്ന പ്രാർത്ഥന നിർത്തിവെച്ചുകൊണ്ട് മരുന്നിനെ മാത്രം ആശ്രയിക്കുന്നില്ല വിശ്വാസികൾ അതിന്റെ ഭൗതികമായ രൂപമായ ചികിത്സ നടത്തുന്നു, അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നതാണ് ശരി. അതുകൊണ്ട് വിശ്വാസികളുടെ തവക്കുലിന് ചികിത്സ എതിരാകുന്നില്ല എന്നാണ് നോക്കേണ്ടത്. വിശ്വാസികൾക്ക് സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുന്നതിന് കൂലിയുണ്ട്. അജബൻ ലി അംരിൽ മുഅ്മിൻ. സത്യവിശ്വാസിക്ക് മാത്രമാണ് വല്ലാത്ത ഈ അത്ഭുതമുള്ളത്. എന്താ അത്ഭുതം? അയാൾക്ക് എല്ലാം ഖൈറാണ്. ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ കൂലി കിട്ടും. അള്ളാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകുമ്പോൾ അതിന് ശുക്ർ ചെയ്താലും കൂലി കിട്ടും. ഈ ഒരവസ്ഥ സത്യവിശ്വാസികൾക്ക് മാത്രമുള്ളതാകുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചികിത്സയുടെ വിഷയത്തിൽ ഇസ്ലാമിൽ അങ്കലാപ്പില്ല, നിർദ്ദേശങ്ങൾ നൽകാത്തതില്ല. കൃത്യവും വ്യക്തവുമാണ് രോഗമുണ്ടായാൽ ചികിത്സിക്കണമെന്നത്. അങ്ങനെ ചികിത്സിക്കണം എന്നത് വിശ്വാസികളായ ആളുകളുടെ ഒരു ഈമാനിന്റെ ഭാഗവും കൂടിയാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളും സംഗതികളുമൊക്കെ നടക്കുന്നവരങ്ങനെ നടത്തട്ടെ. പക്ഷെ അവിടെയും നമ്മുടെ വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യമായ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനാവണം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖവാത്ത് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവും അള്ളാഹുവിന്റെ പ്രവാചകനും എന്തു പറഞ്ഞു എന്ന് പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാനുള്ള ഒരു ആർജവം കാണിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഒന്നുകൂടി ഉണർത്തുകയാണ്. ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാതെ ഒരു സ്ത്രീയെ പ്രസവത്തിന്റെ സന്ദർഭത്തിൽ ഭർത്താവ് മരിപ്പിച്ചു എന്നതാണ്. അതാണോ പദം, കൊന്നു എന്നതാണോ പദം എന്നത് രണ്ടും പ്രയോഗിക്കാം. ഇതാണ് നമ്മുടെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു സംഗതിയായി നിൽക്കുന്നത്. ഗർഭവും പ്രസവവും ഒക്കെ രോഗമാണോ എന്നാണ് അപ്പം ചോദ്യം. അല്ല, ഗർഭം രോഗമല്ല, പ്രസവം രോഗമല്ല, സമ്മതിക്കുന്നു. പക്ഷെ അങ്ങനെ സമ്മതിക്കുമ്പോഴും ഒട്ടേറെ കോംപ്ലിക്കേഷൻസ് ഉള്ള ഒരു പ്രക്രിയയായി ഈ ഗർഭധാരണം ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ തന്നെയാണ് അതിനെ വിശുദ്ധ ഖുർആനും പറഞ്ഞത്. ഈ ഖുർഹ് എന്നൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ഇവിടെ. ഹമലത്തുഹു ഖുർഹൻ വവളഅതുഹു ഖുർഹൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്തുഹു ഉമ്മുഹു ഖുർഹൻ വവളഅതുഹു ഖുർഹൻ. അതാ പറഞ്ഞത്. വളരെ പ്രയാസങ്ങൾ സഹിച്ച് ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതിലുണ്ട് എന്ന് ആ വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർണതകൾക്ക് ലഘൂകരണം കിട്ടാൻ ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിന്റെ നിർദ്ദേശവും സഹായവും സാമീപ്യവും നല്ലതാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. മനസ്സമാധാനവും ധൈര്യവും വേണ്ടുവോളമുള്ള ഗർഭകാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കേന്ദ്രങ്ങളിൽ പോയി വരുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന, ആ സ്ത്രീക്കുണ്ടാകുന്ന, ആ സഹോദരിക്കുണ്ടാകാവുന്ന മനസ്സമാധാനത്തെ വില കുറച്ച് കണ്ടുകൂടൂ. അതുകൊണ്ട് ആ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനാണ് ഈ പോകുന്നത്. അതിനെ നമ്മൾ ചികിത്സ എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അത് മാത്രവുമല്ല, പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കഴിവ് വളഅതുഹു ഖുർഹൻ എന്ന് ചെറിയൊരു ഒരു പ്രസവം എന്ന് പറയുന്ന സംഗതിയോട് ചേർത്ത് പറഞ്ഞ വാക്കുണ്ടല്ലോ. ഇത് മനുഷ്യന് സഹിക്കാൻ പറ്റാവുന്ന പരമാവധി വേദന എന്ന് പറയുന്നത് 45 ഡെല്ലാണെന്നാണ്. ഈ 45 ഡെല്ലാണ് വേദന അളക്കുന്ന യൂണിറ്റ്. ഈ 45ഉം കടന്നുപോയി ശരീരത്തിലെ 20 അസ്ഥികൾ ഒരുമിച്ച് പൊട്ടുമ്പോഴുണ്ടാകാവുന്ന വേദന, അഥവാ 57 ഡെൽ വേദന ഒരു സഹോദരി സഹിച്ചുകൊണ്ടാണ് ഒരു പ്രസവം നടക്കുന്നത്. വല്ലാതെ പേടിക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണത്. ആ ഭയമാണ് കണ്ടു നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന, വീട്ടിലുള്ള ഓരോരുത്തരെയും
ടെൻഷന്റെ മുൾമുലയിൽ നിർത്തുന്ന ആ ഒരു 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 പ്രക്രിയ, ആ പ്രക്രിയക്ക് കുറച്ചും കൂടി സുരക്ഷിതമായൊരു താവളത്തിലാകുന്നതിനെ വിമർശിക്കുന്നത് എന്തിന്? അത് ഇസ്ലാമിൽ വുജൂബൊന്നുമല്ല. പക്ഷെ വിമർശിക്കുന്നത് എന്തിന്? അതിന് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഒരുപാട് ഇഷ്കാലുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയും, ചികിത്സ നിഷേധിക്കുന്നത് അന്ധവിശ്വാസത്തിന്റെ ഭാഗമാകുന്നതാണ് വലിയ പ്രശ്നം. വലിയ പ്രശ്നം അന്ധവിശ്വാസത്തിന്റെ ഭാഗമാകുന്നതാണ്. ഈ അന്ധവിശ്വാസത്തിന്റെ ഭാഗം കുറെ കാലം നമ്മുടെ മാതാക്കൾ അനുഭവിച്ചതാ. പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, പ്രസവവേദന ഇളകിയാൽ മുല്ലാക്ക് എഴുതി കൊടുക്കുന്ന, പിഞ്ഞാണത്തിൽ എഴുതി കൊടുക്കുന്ന സംഗതി കലക്കി കുടിക്കുന്ന കാലഘട്ടം നമുക്കോർമ്മയുണ്ടല്ലോ. നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഈ സാധനം വാങ്ങിക്കൊണ്ടു കൊടുത്ത്, എന്നിട്ട് അവിടെ കുറെ സ്ത്രീകൾ, നാട്ടിലെ കുറെ ഇതിനെന്നും പോകുന്ന കുറെ സ്ത്രീകൾ ഉണ്ടാകും. അവരെന്തിനാ പോകുന്ന അറിയോ? ബിസ്മിയും ഹംദും സലാത്തും നൽ സലാമും മുന്നേ ബിള്ളിനെ ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ എന്ന് തുടങ്ങുന്ന ഒരു മാലയുണ്ട് സബീനയിൽ. അതിങ്ങനെ പാടാൻ മാത്രവും പോരാ. ഏറെ മീഗന്തുള്ള പേറ്റുവരുത്തത്തിൽ ഇന്ത്യ സഹാബികൾ പേരിനെ ചൊല്ലൂതൂകിൽ കുറിമുടിയും മൂനം പള്ളു തന്നിന്ന് കുട്ടി പിറക്കലിൽ എല്ലാ ശക്ക് എന്നോവർ. ഇതായിരുന്നു ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തെ നമ്മൾ മാറ്റിമറിച്ചതാണ്. ഒരു നവോത്ഥാന സംരംഭങ്ങളുടെ ഒരു പ്രസ്ഥാനം പടയോട്ടം നടത്തിയിട്ട് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ പിന്നെയും തിരിച്ചു കൊണ്ടുപോവുകയാണ്. ശൈത്താന്മാരുടെ പേര് പറഞ്ഞു ഓരോ രോഗങ്ങൾക്കും ഓരോ ശൈത്താന്റെ പേരിൽ ഇങ്ങനെ ഇയാളാണ് അതുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വസൂരി കുരുപ്പ് ചെകുത്താനും, അപസ്മാരം കുട്ടിച്ചെകുത്താനും, കോളറ തട്ടുചെകുത്താനും, അങ്ങനെ ഓരോ ചെകുത്താന്മാർക്ക് വീതിച്ചു കൊടുക്കുകയും എന്നിട്ട് അവരാണതുണ്ടാക്കുകയും ചെയ്തിരുന്ന വല്ലാത്തൊരു ഭീതി ഈ മുസ്ലിം പച്ചപ്പാവങ്ങളിൽ ചെലുത്തിയിട്ട് അതിന്റെ പരിഹാരം ഞങ്ങളുടെ കേന്ദ്രങ്ങളിൽ വന്ന് അതിനെ അടിച്ചിറക്കലും ആട്ടിയിറക്കലും ഒക്കെയാണ് എന്ന് വരുത്തി തീർത്ത് ഈ ആളുകളെ വല്ലാതെ പീഡിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടുണ്ട്. വല്ലാതെ ദൂരെയൊന്നുമല്ല, ഒരു 60 കൊല്ലത്തിനപ്പുറമുള്ള കഥയാണിത്. പാത്തും പതുങ്ങിയും അതൊരു 10-30 കൊല്ലം വരെ, കഴിഞ്ഞ 10-30 കൊല്ലം വരെ ഈ മുസ്ലിം കേരളത്തിലുണ്ട്. അതാണ് നമ്മൾ ഇല്ലാതെയാക്കിയത്. രോഗം വരാനുള്ള കാരണങ്ങൾ എന്താണെന്ന് മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചു നമ്മൾ. രോഗം വരാനുള്ള കാരണങ്ങൾ ഇന്ന കാരണങ്ങളൊക്കെയാണ്. അങ്ങനെ രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. രോഗാണു അതിന് കാരണമാകും, അമിതമായ ഭക്ഷണം അതിന് കാരണമാകും, വിഷാംശം ശരീരത്തിന് കാരണമാകും എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു. ഭക്ഷണപാനീയങ്ങൾ, ശാരീരികമായ ദോഷങ്ങൾ, വ്യായാമക്കുറവ്, വിറ്റാമിന്റെ കുറവുകൾ, ഇതുകൊണ്ടൊക്കെ മനുഷ്യന് രോഗമുണ്ടാവാം എന്ന് പഠിപ്പിച്ചവരാണ് മുസ്ലിം കേരളത്തിലെ നവോത്ഥാന നായകന്മാരായ ആളുകൾ. അവർ പിശാചിലേക്ക് ചേർത്തി പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മന്ത്രവാദത്തിലേക്ക് എത്തിക്കുവാൻ ഇപ്പോഴും ആളുകൾ പണിയെടുക്കുന്നു എന്നത് എത്ര ഖേദകരമാണ്. എന്തിനാണാവോ ഒരു പുരോഹിതൻ 4 വർഷക്കാലം ഒരു ഗർഭസ്ഥ ശിശു ഒരു മാതാവിന്റെ വയറ്റിലുണ്ടാകുമെന്ന് കാച്ചിയത്? അതിനെ പിന്താങ്ങി മറ്റു പുരോഹിതന്മാരെങ്ങനെ റീൽസ് ഇറക്കുന്നത്? അങ്ങനെയുള്ള സംശയം നിലനിൽക്കെ മറ്റൊരു പുരോഹിതൻ ഈ ജിന്നിറക്കലും അതുമായി ബന്ധപ്പെട്ട സംഗതികളും നന്നായി പഠിച്ചറിഞ്ഞ മറ്റൊരു പുരോഹിതൻ കൃത്യമായി കേരളത്തോട് പറഞ്ഞു. എന്തു പറഞ്ഞു എന്നറിയോ? അത്തരം കേന്ദ്രങ്ങളിലൊക്കെ അവസാനം ആ സഹോദരി പീഡിപ്പിക്കപ്പെടുന്ന പശ്ചാത്തലമുണ്ട് എന്ന്. അടച്ചിട്ട റൂമുകളിലെ ഈ എന്താ പറയാ കാട്ടിക്കൂട്ടലുകൾ അനാശാസത്തിലേക്ക് എത്തിക്കുന്നുണ്ട് 100% ആൻഡ് എബവ് എന്ന് തീർത്തു പറഞ്ഞു. അപ്പോഴാണ് എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നത്. പ്രവാസികളുടെ ഭാര്യമാർ, വിധവകളായ സഹോദരിമാരൊക്കെ ഈ ചികിത്സക്ക് പോകുമ്പോ ഇത് ഇപ്പറഞ്ഞൊരു സ്റ്റേജിലേക്ക് എത്തിപ്പെട്ടാൽ അതിന് ന്യായീകരണം കണ്ടെത്തുകയാണ് ഈ ആളുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ഖേദകരമായ അവസ്ഥ, സങ്കടകരമായ മറ്റൊരവസ്ഥ. ഇതിനോട് ചേർത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ 1 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ അന്ധവിശ്വാസങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചു നമ്മൾ. പക്ഷേ അത് രണ്ടാമത് തിരിച്ചു വരാൻ വഴിയൊരുക്കുന്നത്
വഴിയൊരുക്കുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ നേരവകാശികൾ എന്ന് പറയപ്പെടുന്ന പലരുടെയും നാവിൽ നിന്ന് കേൾക്കുന്ന അപശബ്ദങ്ങളാണ് എന്നത് മറച്ചുവെച്ചിട്ട് കാര്യമില്ല. പിശാചിന്റെ കൂട്ടരായ ആളുകൾ മനുഷ്യന്റെ കോലത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നും മരിച്ചുപോയ ആളുകളുടെ കൂട്ടത്തിൽ വരുമെന്നും, അഥവാ പ്രവാസ ലോകത്തുള്ള ഭർത്താവിന്റെ കോലത്തിൽ വീട്ടിൽ വരുമെന്നും മരണപ്പെട്ടു പോയ ഭർത്താവിന്റെ കോലത്തിൽ വീട്ടിൽ വരുമെന്നും ഈ ജീവികൾ, അള്ളാഹുവിന്റെ ഈ സൃഷ്ടികൾ മനുഷ്യ സ്ത്രീയിൽ വീഴ്ചകൾ ഏർപ്പെടുമെന്നും അതിൽ ഗർഭധാരണമുണ്ടാകുമെന്നും എന്നുകൂടി പറഞ്ഞുകൊടുത്താൽ ഖേദകരമായ വസ്തുതയായി ഈ സംഭവം നിലനിൽക്കുന്നു. എന്താണോ അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തും നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്, അവിടെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വിശ്വാസികളായ ആളുകൾക്ക്, മുജാഹിദുകൾക്കുണ്ടായിക്കൂടാ എന്ന് ഗൗരവബുദ്ധിയ സൂചിപ്പിക്കാൻ. മാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ ഇല്ലാ അൻ ദഅഉതുകും ഫസ്തജബ്തും ലീ. ഇതാണുണ്ടായത്, ഇതേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. ഞാൻ നിങ്ങളെ തെറ്റിലേക്ക് ക്ഷണിക്കുകയും നിങ്ങൾ ചെയ്യുന്ന വേണ്ടാത്തരങ്ങൾ അലങ്കൃതമായി കാണിച്ചു തരികയും ചെയ്യുക എന്നതല്ലാതെ അതിനപ്പുറത്ത് നിങ്ങളിൽ ഒരു സ്വാധീനവും ചെലുത്താൻ എനിക്കാകുമായിരുന്നില്ല എന്ന് പിശാച് പറയുന്നതായി അള്ളാഹുവിന്റെ കിതാബാണ് നമ്മളെ പഠിപ്പിക്കുന്ന സംഗതികൾ. അതുകൊണ്ട് രോഗം വരുന്നതും സുഖപ്പെടുത്തുന്നതുമൊക്കെ അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് മാത്രമാണ് എന്ന് വിശ്വാസികൾ നന്നായി. അങ്ങനെ രോഗം വന്നാൽ അള്ളാഹുവാണ് ശിഫയാക്കുന്നവൻ, അള്ളാഹ് പറഞ്ഞതാണ് ആ രോഗത്തിന് നിങ്ങൾ ചികിത്സ തേടണമെന്ന്. അങ്ങനെ ചികിത്സ തേടാതെ പോയാൽ മരണത്തിന്റെ ഉത്തരവാദികൾ ആരാണോ ആ ചികിത്സ നിഷേധിച്ചത് അയാളായിരിക്കും, അയാൾ കൊന്നതായി ഇസ്ലാം പരിഗണിക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് ഗൗരവബുദ്ധിയ നമ്മൾ മനസ്സിലാക്കുകയും മറ്റുള്ള ആളുകളെ പഠിപ്പിക്കുകയും വേണം. അല്ലാതെ ഇസ്ലാമോ മുസ്ലിമീങ്ങളോ ഈ വിഷയത്തിൽ എവിടെയും പ്രതിക്കൂട്ടിൽ നിൽക്കുന്നില്ല. അള്ളാഹുവിന്റെ മതം അങ്ങനെ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട ഒരു ഘട്ടം പോലും സാമൂഹ്യ ജീവിതത്തിൽ മുസൽമാൻ ഉണ്ടാക്കിയിട്ടുമില്ല. വിശ്വാസികളെ, നമ്മൾ നന്നായി കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് വിശ്വാസത്തോടൊപ്പം നിന്നുകൊണ്ട്, ആദർശത്തോടൊപ്പം നിന്നുകൊണ്ട്, ഈമാനിനോടൊപ്പം നിന്നുകൊണ്ട് പരലോകം നഷ്ടപ്പെട്ടു പോവാത്ത രൂപത്തിലുള്ള നിലപാടെടുക്കുക. അള്ളാഹു അതിന് നമ്മെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. ഇന്ന് നമ്മളുടെ പള്ളിക്ക് വേണ്ടി തന്നെയുള്ള കലക്ഷനാണ് എടുക്കുന്നത്. അതെല്ലാവരും സഹകരിക്കണം. അടുത്ത വ്യാഴാഴ്ച 24-ാം തീയതി ഒട്ടുമൽ സലഫി മസ്ജിദിൽ വെച്ച് സുഹൈർ ചുങ്കത്തറ മൗലവിയുടെ ഒരു വിജ്ഞാന വേദിയുണ്ട്, ക്ലാസ് ഉണ്ട്. അതിലേക്ക് കഴിയുന്നത്ര ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് വൃത്തിയുള്ള ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. രോഗം അള്ളാഹു തന്നതാണെന്നും അത് നമ്മളെ പരീക്ഷിക്കാനാണെന്നും മനസ്സിലാക്കുകയും അള്ളാഹു തന്നെ നിർദ്ദേശിച്ച ചികിത്സ നടത്താൻ ഉത്സാഹം കാണിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവരെയും നാമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.